നമസ്കാരം. ഭാഗം 1. തമ്പായിനെ പറ്റി നിങ്ങ കേട്ടിക്കിനോ? ഈ ലോകത്തിലുള്ള ഒക്കനെയും ഉണ്ടാക്കി, കടലിനെയും ഈ ലോകത്തിലുള്ള ഒക്കനെയും ഉണ്ടാക്കിയത്. തമ്പായി വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വെളിച്ചം ഉണ്ടായി. തമ്പായി മലകളെയും മരങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും തണ്ണിനെയും മീനിനെയും ഉണ്ടാക്കി. മാനകത്തെയും മേഘത്തെയും സൂര്യനെയും നിലവിനെയും നക്ഷത്രത്തിനെയും തമ്പായി ഉണ്ടാക്കി. തമ്പായി എന്ന ഉണ്ടാക്കിനച്ച തമ്പായി തെറ്റ് ചെയ്യാത്തവർ, ചീത്ത സ്വഭാവം ഇല്ലാത്തവർ, ചീത്തയെ എതിർക്കുന്നു. തമ്പായി നല്ലത്. തമ്പായിനെ പോലെ ആരുമില്ല. തമ്പായിന ആരും ഉണ്ടാക്കിയിട്ടില്ല. തമ്പായിക്ക് തുടക്കവുമില്ല അവസാനവുമില്ല. തമ്പായി എപ്പോഴുമുണ്ട്. തമ്പായിക്ക് അപ്പനുമില്ല അമ്മയുമില്ല. ജനനവുമില്ല മരണവുമില്ല. ക്ഷീണവുമില്ല ഉറക്കവുമില്ല. വയസ്സാകുന്നതുമില്ല. അനേക സമയങ്ങളിൽ ഒരു മനുഷ്യൻ മരത്തിനെയോ കല്ലിനെയോ ഭംഗിയായി സ്വരൂപത്തെ ഉണ്ടാക്കി അതിന് മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ അവനക്ക് തമ്പായി ഉണ്ടാക്കുന്നു. അതിന് ബലി കൊടുക്കുന്നു. ഒരു കല്ലോ ഒരു മരമോ നമ്മ കൂട്ടം കൂടുന്നത് അത് കേൾക്കുമോ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങള് അതുക്ക് ചെയ്യാൻ പറ്റില്ല. ചീത്ത ആത്മാവുക്ക് ഒരു കഷ്ണം മരത്തിനെയോ കല്ലിനെയോ തമ്പായെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ ചതിക്കും. കേക്കുവിൻ, നമ്മളെ ഉണ്ടാക്കിയ തമ്പായി ജീവനോടുണ്ട്. അവർക്ക് കാണുവാൻ പറ്റും, കേൾക്കുവാൻ പറ്റും, കൂട്ടം കൂടുവാൻ പറ്റും. അവർക്ക് ഓടയ്ക്ക് പോണെങ്കിലും അവർക്ക് പോകാൻ പറ്റും. അവർക്ക് സഹായം ആവശ്യമില്ല. ഈ ഉണ്ടാക്കിയ തമ്പായി എല്ലാ തമ്പായിനെ കാട്ടിലും വലിയവർ, ശക്തിയുള്ളവർ. അവിച്ചാണ് ഈ ലോകത്തിലുള്ള ഒക്കനെയും ഉണ്ടാക്കിയത്. നാനേ തമ്പായി, എന്നെ കാട്ടിലും വേറാരും ഇല്ല എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച തമ്പായി എല്ലാ ദൈവത്തിനെ കാട്ടിലും വലിയവർ. ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തിലും ഇരിക്കുവാൻ പറ്റും. അവർക്ക് എല്ലാ ശക്തിയുമുണ്ട്. അവർ വലിയ മാനകത്തെയും വലിയ ലോകത്തെയും ഉണ്ടാക്കിയവർ. അവർ സൂര്യൻ ഉണ്ടാക്കി, സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കി. അവർ തണ്ണിനെ ഉണ്ടാക്കി, ആഴമായിട്ടു കുളിരായിട്ടു ഉണ്ടാക്കി. അവർ എന്തു പറയുന്നോ അത് അവിച്ച ചെയ്യും. കാറ്റിനെയും കൊടുങ്കാറ്റെയും ഉണ്ടാക്കി. അവിച്ചക്ക് നിർത്തുവാൻ പറ്റില്ല. തമ്പായി തീമലനെക്കാട്ടിലും ഭൂകമ്പത്തെക്കാട്ടിലും വലിയ ശക്തിയുള്ളവർ. അവിച്ച അത് ഉണ്ടാക്കി. തമ്പായി എല്ലാ നക്ഷത്രത്തിനെ ഉണ്ടാക്കി അതിനെക്കുറിച്ച് അറിഞ്ഞോണ്ടുമുണ്ട്. തമ്പായി ഭൂമിയിലുള്ള എല്ലാ ജാതികളെക്കാട്ടിലും വലിയവനെക്കാട്ടിലും ഉയർന്നവൻ. അവിച്ച എല്ലാത്തിലും ചെറുതെന്നും അവിച്ച കാറ്റിലുള്ള പൊടീനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് തമ്പായി എല്ലാവർക്കും വലിയവനായി ഉണ്ട്. എന്തൊക്കെന്ന് വെച്ചാ അവിച്ചാണ് ഒക്കനെയും ഉണ്ടാക്കിയത്. അവിച്ച അവിച്ചക്കുള്ളത്. കേക്കുവിൻ, ഇനിയും കുറെ ഉണ്ട്. തമ്പായിക്ക് ഒക്കനെയും നോക്കുവാൻ പറ്റും. അന്തിക്ക് ഇരുട്ടിലുള്ള ഒക്കനെയും കാണുവാൻ പറ്റും. അവിച്ചക്ക് ഗുഹയിലുള്ള കുറുക്കന്മാരെയും എല്ലാ മൃഗങ്ങളെയും കാണുവാൻ പറ്റും. തണ്ണിയിലുള്ള എല്ലാ മീനുകളെയും കാണുവാൻ പറ്റും. മലന് മേലെ ഉള്ളതെയും മലന് താഴെയുള്ള ചൊരങ്ങത്തിലുള്ളതിനെയും കാണുവാൻ പറ്റും. തമ്പായിക്ക് എല്ലാം കേൾക്കുവാൻ പറ്റും. മുള്ളിലുള്ള ഊരുന്ന പാമ്പിനെയും പുളുവിനെയും ഒച്ചനെ കേൾക്കുവാൻ പറ്റും. ഉറുമ്പുകൾ കൂടുകെട്ടുന്ന ഒച്ചനെയും കേൾക്കുവാൻ പറ്റും. ഒരു മനുഷ്യൻ ഇഞ്ഞൊരു മനുഷ്യനത്തെ മെല്ലെ പറയുന്നതും കൂടി കേൾക്കുവാൻ പറ്റും. ആർക്കും തമ്പായിനെ വിട്ട് നമ്മളെ മറയ്ക്കുവാൻ പറ്റില്ല. നമ്മ ഓടയ്ക്ക് പെയ്യാലും തമ്പായിക്ക് നമ്മളെ കാണുവാൻ പറ്റും. തമ്പായിക്ക് ഒക്കെയും അറിയും. അവർ ഈ ഭൂമിയിലുള്ള എല്ലാ അറിവുകളെക്കാട്ടിലും
അവർ അറിവുള്ളവർ. അവരെ ഈ ഭൂമിയിലുള്ള മന്ത്രവാദികളെ കൊണ്ടോ അശുദ്ധ ആത്മാക്കളെ കൊണ്ടോ ജാതികളെ കൊണ്ടോ മണ്ടന്മാരാക്കുവാൻ പറ്റില്ല. തമ്പായി ഒരു തെറ്റും ചെയ്യാത്തവർ. അവർക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയും. നിങ്ങ സങ്കടപ്പെടുമ്പോഴും പേടിക്കുമ്പോഴും തമ്പായിക്ക് അറിയും. നിങ്ങ ചിന്തിക്കുന്നതും കൂടി തമ്പായി അറിയിന്. തമ്പായി എല്ലാരെയും സ്നേഹിക്കിന്. വലിയവച്ചളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മക്കളെയും സ്നേഹിക്കിന്. അവർ ചെറിയച്ചളെയും മക്കളെയും അധികമായി സ്നേഹിക്കുന്നു. അവർ നല്ലവരെന്നും സ്നേഹമുള്ളവരെന്നും നമ്മളെ അറിയിക്കുവാൻ അവർ കൊതിക്കിന്. അവിച്ച നമ്മ ചെയ്യുന്ന തെറ്റുകളൊക്കെയും വെറുക്കുന്നെന്ന് അറിയുന്നു. എല്ലാ ജനങ്ങളും അവിച്ചള പാവ വഴിയിൽ നിന്നും നീങ്ങി തമ്പായിനെ സ്നേഹിക്കണം. എല്ലാ മക്കളും ശക്തിയില്ലാത്ത സ്വരൂപത്തെ വിട്ട് നീങ്ങി നമ്മളെ ഉണ്ടാക്കിയ തമ്പായെ മാത്രം സത്യമായി തൊഴണമെന്ന് കൊതിക്കിന്. ഈ തമ്പായി മാത്രം സത്യമുള്ളവർ. അവർ ഒരാൾ മാത്രം ഈ ലോകത്തെ ഉണ്ടാക്കിയത്. തമ്പായി ഈ ലോകത്തെ ഉണ്ടാക്കിയ പിന്നെ അവർ ആദ്യം ആണിനെയും പെണ്ണെയും ഉണ്ടാക്കി. അവിച്ചളെ ഭംഗിയായി ഉണ്ടാക്കി. തമ്പായി അവിച്ചളെ സ്നേഹിച്ച് അവിച്ചക്ക് വേണ്ടി ഒരു ഭംഗിയുള്ള ഒരു തോട്ടത്തെ ഉണ്ടാക്കി. അതിൽ മരത്തിനെ നട്ട് ഭംഗിയുള്ള പഴങ്ങൾ അതിലുണ്ടാഞ്ഞ് അതിനെ തിന്നുവാൻ പറഞ്ഞ് തിന്നുവാനും ജീവിക്കുവാനും പറഞ്ഞ് തമ്പായി ഉണ്ടാക്കിയ ആദ്യത്തെ മനുഷ്യനെ ആദാം എന്നും പെണ്ണിനെ അവ്വ എന്ന് വിളിച്ച് തമ്പായി അവിച്ചള കൂടുതലായി സ്നേഹിച്ച് അവിച്ചളും തമ്പായിനെ സ്നേഹിച്ച് അവിച്ച ഈ തോട്ടത്തിൽ ജീവിച്ച് എന്ത് ചെയ്യണമെന്ന് അവിച്ചക്ക് പറഞ്ഞു കൊടുത്ത് അവിച്ചക്ക് കൂടുതൽ സന്തോഷമുണ്ടാഞ്ഞ് അങ്ങനെ തമ്പായി പറഞ്ഞത് അവിച്ച ചെയ്ത്. നിങ്ങളെക്കുറിച്ച് അറിയുന്ന ഈ തമ്പായിന അറിവാൻ കൊതിക്കണോ? നിങ്ങ തമ്പായിക്കുള്ളവരായി ഇക്കുവാൻ കൊതിക്കണോ? നാ ഇനി നിങ്ങളെത്തി പറയണി കേക്കുവി. ഏക്ക് തമ്പായി എങ്ങനെ അറിയുമെന്ന് നിങ്ങക്ക് പറയാം. ഭാഗം 2. കുറെ കാലങ്ങൾക്ക് മുമ്പ് മലകളോ മരങ്ങളോ മൃഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പുഴ കൂടി ഒഴുകിയിട്ടില്ല. തമ്പായി അവിച്ച വിചാരിച്ച പോലെ ഒക്കനെ ഉണ്ടാക്കി കൽപ്പിച്ച് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അപ്പത്തന്നെ വെളിച്ചം ഉണ്ടായി. തോടുകളും പുഴകളും ഉണങ്ങിയ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒക്കെയും ഉണ്ടായി. പിന്നെ പച്ചപ്പില്ലിനെയും മരങ്ങളെയും എല്ലാ വക ചെടികളെയും ഭൂമിയിലുള്ളിൽ നിന്ന് മുളച്ചു വരുവാൻ പറഞ്ഞ് അത് വളർന്ന് പച്ചക്കറികളെയും പഴങ്ങളെയും തന്ന്. അതുപോലെ തമ്പായി പക്ഷികളെയും മീനുകളെയും മൃഗങ്ങളെയും ഉണ്ടാക്കി. അതിനൊക്കനെയും തമ്പായിന വാക്കുകൊണ്ട് ഉണ്ടാക്കി. അവിച്ച മെൻച്ചനെ ഉണ്ടാക്കി. ആദ്യം ഒരു മെൻച്ചനെ മാത്രം ഉണ്ടാക്കി അവനക്ക് ആദാം എന്ന് പേര് വെച്ച് ആദാമുക്ക് നല്ല ഉറക്കത്തെ കൊടുത്ത് ആദാമ് നല്ല ഉറക്കത്തിലിരിക്കുമ്പോൾ അവന വിലാവിൽ നിന്ന് ഒരു എല്ലിനെടുത്ത് ആദ്യത്തെ പെണ്ണിനെ ഉണ്ടാക്കി. ആ പെണ്ണിന ആദാമുക്ക് കുർമട്ടിയായും ആദാമുക്ക് സഖായായും തമ്പായി കൊടുത്ത്. ആദാമ് ആ പെണ്ണിനെ അവ്വ എന്ന് വിളിച്ച് തമ്പായി ഉണ്ടാക്കിയ ഭംഗിയുള്ള തോട്ടത്തിൽ ആദാമിനെ വെച്ച്. ഈ തോട്ടത്തിൽ എല്ലാവിധ പഴങ്ങളും ഉണ്ടായി. തമ്പായി ആദാമുക്ക് പറഞ്ഞ് നീ ഇവിടെയുള്ള എല്ലാ മരങ്ങളിലുള്ള പഴങ്ങളെയും തിന്ന. എന്നാൽ ഈ തോട്ടത്തിൽ നടുക്കിലുള്ള ഈ മരത്തിലുള്ള പഴത്തിനെ മാത്രം തീർച്ചയായിട്ടും തിന്നണ്ട എന്ന് പറഞ്ഞ്. ഇങ്ങനെയുള്ളപ്പോ ഒരു ദിവസം ചാതി തോട്ടത്തിലേക്ക് വന്ന്. ചാതി തമ്പായിക്കും മെൻച്ചനുക്കും വലിയ ഒരു ശത്രു. അവൻ പാമ്പിന രൂപത്തെ പോലെ തമ്പായി തിന്നണ്ട എന്ന പറഞ്ഞ പഴത്തിന് ആദാമിനെ കുറുമാട്ടിനിത്തി തിന്നുവാൻ പറഞ്ഞ്. അവ്വ ചാതി പറഞ്ഞത് നല്ലതെന്ന് വിചാരിച്ച്
എന്നാൽ അവള് വഞ്ചിക്കപ്പെട്ട് അവള് ഈ പഴത്തിനെ തിന്ന് പിന്നെ ആദാമുക്കും കൊടുത്ത് ആദാമിനെ തിന്നുവാൻ വെച്ച് ആദാം അതിനെ തിന്ന്. പെട്ടെന്ന് തമ്പായിനൊച്ച തോട്ടത്തിൽ അവച്ച കേട്ട്. അപ്പോ അവച്ച തമ്പായിക്ക് പേടിച്ച് അവച്ച ഒളിച്ചുകൂടി. ആദാമേ, നീ ഓടെ ഉണ്ട് എന്ന് തമ്പായി വിളിച്ച്. ആദാമോ, ഞാൻ പേടിച്ച് ഒളിച്ചോണ്ടുണ്ട് എന്ന് പറഞ്ഞ്. തമ്പായി കേട്ട്, ഞാൻ തിന്നണ്ട എന്ന് പറഞ്ഞ പഴത്തിനെ നീ തിന്നോ? ആദാമോ, നീ ഏക്ക് തന്ന പെണ്ണ് പഴത്തിനെ എന്നെത്തി തന്ന് നാനും അതിനെ തിന്നു എന്ന് പറഞ്ഞ്. തമ്പായി അവനെ നോക്കി, എന്നെ വാക്ക് അനുസരിക്കാത്ത കൊണ്ട് നീ കുറെ കഷ്ടപ്പെടും. നീ ഓരോ പ്രാസമും പെറുമ്പ ഭയങ്കര കഷ്ടപ്പെടും. നീ എപ്പോഴും നിന്നെ കുറുമനക്ക് താന്നിക്കും. ആദാമേ, നീ എന്നെ വാക്ക് അനുസരിക്കാത്ത കൊണ്ട് ഈ ഭൂമി ശാപമായിക്കും. ഇതില് വെറും മുള്ളും കാടും ഇക്കും. നീ നിന്ന ജീവിതകാലമൊക്കെയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നീ വിസർപ്പ് വന്ന് അതിൽ തിന്നും. നീ ചത്ത് ഈ മണ്ണിലേക്ക് പോകും. ഇനി നീ എന്നെ അടുത്ത സ്നേഹിതനല്ല. ഇതാണ് നിന്നെ ശിക്ഷ. തമ്പായി ഉണ്ടാക്കിയ ഭംഗിയ തോട്ടത്തിൽ നിന്ന് ആദാമിനെയും അവ്വനെയും പുറത്തേക്ക് പറഞ്ഞിട്ട് അവച്ച പിന്നെയും സ്ഥലത്തിൽ ജീവിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ആദാമും അവ്വയും ജീവിക്കുവാൻ വേണ്ടി വേറെ സ്ഥലം തെരഞ്ഞ്. അവച്ചല ജീവിതം ഭയങ്കര കഷ്ടമായും മോശമായിട്ടും ഉണ്ടാഞ്ഞ്. തമ്പായി അവച്ചല വിട്ട് ദൂരത്തിൽ നിന്നത് അവച്ചറിഞ്ഞ്. അവച്ചക്കറിയും അവച്ച ചത്തുപോകുമെന്ന്. ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ സ്നേഹിതരെ, നമ്മളും ആദാമിനെ പോലെയും അവനെ പോലെയും ഇക്കിനെ. നമ്മളും കൂടെ തമ്പായിനെ അനുസരിക്കാണ്ടിരിക്കിനെ. കുറേ ദിവസം തമ്പായിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നേ. സ്നേഹമുള്ളവരെ, നമ്മളും കൂടെ ശിക്ഷയ്ക്ക് ഉൾപ്പെട്ടവർ. ആദാമുക്കും അവയ്ക്കും കിട്ടിയ അതേ ശിക്ഷ നമുക്കും ഉണ്ടാകും. എന്നാൽ തമ്പായി നമ്മളെത്തി കൂടുതലായി സ്നേഹിക്കിനെ. ഈ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനും കാക്കുവാനും വേറൊരു തീരുമാനം വെച്ചിക്കിനെ. തമ്പായി തന്റെ മകനായ യേശുവിനെ ഈ ലോകത്തേക്ക് അയച്ച് തമ്പായി നമുക്ക് വേണ്ടി ഒരു വഴിയെ ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പെയ്യ ബന്ധത്തെ പുതുപ്പിക്കുവാനും മനുഷ്യനെയും തമ്പായിനെയും ഒന്നു ചേർക്കുവാൻ വന്ന് പിന്നെയും നമ്മളെ തമ്പായിനത്തിൽ ചേർക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്ന്. യേശു നമ്മളെ ശിക്ഷനെ സ്വീകരിച്ചു. നമ്മളെ അക്രമങ്ങൾക്ക് വേണ്ടി തമ്പായിന ജീവനെ നമുക്ക് ത്യാഗമായി തന്ന്. എന്നാൽ തമ്പായി വീണ്ടും ജീവിച്ചു വന്ന് നമ്മ ശിക്ഷയിലുള്ള നൊമ്പനെ അനുഭവിക്കാണ്ടിരിക്കുവാനും നമുക്ക് ഇക്കണ്ടിയ ശിക്ഷനെ തമ്പായെ സ്വീകരിച്ച് നമ്മ യേശുവിനെ വിശ്വസിച്ച തമ്പായി നമ്മളെ സ്വീകരിക്കും. നിങ്ങളും തമ്പായിനെ കൂടെ കൂട്ടം കൂടാം. യേശുവിനെ നിങ്ങൾക്ക് സഹായിക്കുവാൻ അയച്ചു തന്ന തമ്പായിക്ക് നന്ദി പറയാം. ഇനിയും കൂടുതലായി തമ്പായിന ന്യായത്തീർപ്പിനെ കുറിച്ച് അവച്ച നമ്മളെ രക്ഷിക്കുവാൻ വെച്ച തീരുമാനത്തെപ്പറ്റി പറയുന്നേ. ഇതോ ഒരു നാട്ടുപുറത്തില് കൂട്ടം കൂടുന്നത് കേൾക്കുവി. ഭാഗം 3. ന്യായവിധി. നമസ്കാരം. നമസ്കാരം. നിങ്ങ കൂടിയിരുന്ന് കൂട്ടം കൂടിയത് കേൾക്കുവാൻ പറ്റുമോ? അതെ, ഞാൻ കേട്ടോണ്ടുണ്ടാഞ്ഞ് എല്ലാ ദിവസവും കേട്ടോണ്ടുണ്ടാഞ്ഞ്. അതിനെ കുറിച്ച് പറവി. ഒരു മനുഷ്യനുണ്ടാഞ്ഞ് അവൻ ഒരു വലിയ കുറ്റം ചെയ്തവൻ. അവൻ കുറ്റം ചെയ്തത് കൊണ്ട് അവനക്കൊരു വലിയൊരു ശിക്ഷ കാത്തോണ്ടുണ്ട്. സ്ഥലത്ത് മൂപ്പന്മാരുണ്ട്, ജഡ്ജിയുമുണ്ട്. ജഡ്ജി ശരിയായിട്ടുള്ള ന്യായവിധി ചെയ്യുന്ന ആള്. തീർച്ചയായിട്ടും ഈ മനുഷ്യൻ ചെയ്ത തെറ്റിന് തീർപ്പ് കൊടുക്കും. അങ്ങനെയോ എന്ത് ശിക്ഷ കൊടുക്കുവാൻ പോണ്? ജഡ്ജി അവനക്ക് കൊടുത്ത ശിക്ഷ ശരിയായത്. അയ്യോ പാവം, ഇയാൾക്ക് കൊടുത്ത ശിക്ഷന വിലനെ തിരിച്ചു കൊടുക്കുവാൻ പറ്റില്ല. ജീവിതകാലം മുഴുവതും ആയുസ് തീരും. അവനെക്കൊണ്ട് തിരിച്ചു കൊടുക്കുവാൻ പറ്റില്ല.
മെൻഷൻ ചെയ്ത തെറ്റിനവൻ സമ്മതിച്ച് അവനക്ക് കൊടുത്ത ശിക്ഷന് വിലന എങ്ങനെ തിരിച്ചു കൊടുക്കെന്ന് അവനക്കറിയില്ല. പെട്ടെന്നൊരു മൂപ്പെണിച്ച് ജഡ്ജിയെ നോക്കി, അയാൾ ചെയ്ത തെറ്റിനു വേണ്ടി ഞാൻ ക്ഷമിക്കിന്. മെൻച്ചവന്ന് പണക്കാരനോ പാവപ്പെട്ടവനെന്ന് അറിയില്ല, എന്നാൽ അവൻ എന്നെ സ്നേഹിതൻ. ഞാൻ അവനെ കൂടുതലായി സ്നേഹിക്കുന്നു. അവനെ കൊണ്ട് ഈ വിലനെ കൊടുക്കുവാൻ പറ്റില്ല, ഞാൻ അവനക്ക് കൊടുക്കുന്നു. അയ്യോ, അത് നേരാണോ? അത് ശരി തന്നെ. മെൻച്ചൻ ഭയങ്കര അത്ഭുതപ്പെട്ട്, എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തത് എന്നെ കൂട്ടുകാരൻ കൊടുത്ത്. എത്ര നല്ലവൻ. ജഡ്ജി അതിനെ കേട്ട് കേസിനില്ലാണ്ടാക്കി. സ്നേഹിതരെ, നിങ്ങൾക്കറിയുമോ, ഇതേ കാര്യമാണ് നമുക്ക് നടന്നത്. തമ്പായിന വചനം പറയുന്നേ, നമ്മെല്ലാവരും തമ്പായിന മുമ്പാക ഒരു ദിവസം നിൽക്കണം. അവിച്ചാണ് പ്രധാന ജഡ്ജി. അവിച്ച നമ്മളെ ഹൃദയത്തെ നോക്കുന്നു. അവിച്ചക്കറിയോ നമ്മ ഒക്കെയും പാവികളെന്ന്. ശിക്ഷിക്കപ്പെടുന്നവർ, അത് എന്നേക്കുമുള്ള ശിക്ഷ. ഈ ശിക്ഷയിൽ നിന്ന് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെക്കൊണ്ട് ഈ വിലന തീർച്ചയായിട്ടും കൊടുക്കുവാൻ പറ്റില്ല. തമ്പായിക്ക് ഇതറിയും. അതുകൊണ്ടാണ് തമ്പായിന മകന നമ്മളെ ശിക്ഷന അനുഭവിക്കാൻ വന്നത്. മരണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ശിക്ഷ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു കുരിശില് നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി ചത്ത്. പാവം ചെയ്തവനെന്ന് വിശ്വസിക്കുമ്പോൾ അവൻ ന്യായവിധിയിൽ നിന്നും അവൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതലാകുന്നു. തമ്പായിന ബുക്ക് പറയുന്നേ, എല്ലാവരും ചാകുന്നവരെന്ന്. മരണത്തിന് ശേഷം ന്യായവിധിയുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ രണ്ടാമത്തെ മരണം ഭയങ്കര കഷ്ടമായത്. എന്നാൽ സ്നേഹിതരെ, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തമ്പായി നമുക്കെല്ലാവർക്കും ഒരു വഴീനെ ഒരുക്കിക്കിനെ. യേശു നമുക്ക് വേണ്ടി ചത്ത് എന്ന് വിശ്വസിക്കുമ്പോൾ തമ്പായി നമുക്ക് വലിയ രക്ഷിപ്പ് തന്നിക്കിനെ. ഇതിനെക്കുറിച്ച് നമ്മ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മ ഒന്നും ചെയ്യാണ്ടിരുന്ന എങ്ങനെ വിടുതലാവാൻ പറ്റും? നമ്മ രക്ഷപ്പെടുവാൻ പറ്റില്ല. ഈ സമയത്തിൽ നിങ്ങളെ വിശ്വാസം യേശുവിനെ മേലെ വെച്ച് അവിച്ചള നമ്മളെ രക്ഷകരായി സ്വീകരിക്കുമോ? അങ്ങനെ ചെയ്യുമ്പോൾ തമ്പായിന ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റും. തമ്പായിന മകനായ യേശുവിനെ പറ്റി ഇനിയും കൂടുതലായി പറയുന്നേ. ഭാഗം 4. യേശുവിൻ ജനനം. തമ്പായിന പുസ്തകം. തമ്പായിന വാക്ക് പറയുന്നത്, യേശു ഈ ലോകത്തേക്ക് വരുന്ന മുമ്പായിട്ട് യേശു സ്വർഗരാജ്യത്തിൽ തമ്പായിനൊപ്പം ഉണ്ടാഞ്ഞ്. തമ്പായി ഈ ലോകത്തെ ഉണ്ടാക്കിയപ്പോൾ യേശു തമ്പായിക്ക് സഹായിച്ച്. അതിനെ വയ്യ യേശു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി വന്ന്. അത് എങ്ങനെ നടന്നതെന്ന് ഞാൻ നിങ്ങളെത്തി പറയുന്നേ. ഒരു കന്നി പെണ്ണുണ്ടാഞ്ഞ്, അവളെ പേര് മറിയ. അവൾക്ക് ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല. യോസഫ് എന്ന ഒരു മനുഷ്യനോട് മറിയയ്ക്ക് കല്യാണം നിശ്ചയിച്ച്. അവിച്ചക്ക് കല്യാണം കഴിഞ്ഞ മുമ്പ് തമ്പായി തന്നെ ദൂതന മറിയത്തി അയച്ച്. തമ്പായിന ദൂത മറിയാളത്തി വന്നപ്പോ മറിയ പേടിച്ച്. തമ്പായിന ദൂത മറിയത്തി പറഞ്ഞ്, മറിയെ പേടിക്കണ്ട, തമ്പായി നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു കുട്ടിനെ പെറും. നീ ഒരു കുറുമൻ അറിയാത്തവളെന്ന് ഞാൻ അറിയുന്നേ. തമ്പായിന ദൂതൻ പറയുന്നേ, പരിശുദ്ധ ആത്മാ നിന്നെ മേൽ വരും. നീ കുട്ടിനെ പ്രസവിക്കും. ഈ കുട്ടിക്ക് യേശു എന്ന പേര് വെക്കണം. മക്കളെ പാവത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് തമ്പായിന ദൂതൻ പറഞ്ഞു. അതുക്ക് മറിയ, ഇത് അങ്ങനെ നടക്കും? ഏക്ക് ഇനിയും കല്യാണം നടന്നിട്ടില്ല. അതുക്ക് തമ്പായിന ദൂതൻ, ഇത് മനുഷ്യനുണ്ടായ കുട്ടിയല്ല. അതുക്ക് തമ്പായിന ദൂത, ഇത് ദൈവത്തിന് കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആടുന്ന് പെയ്യ്. തമ്പായിന ദൂതൻ പറഞ്ഞത് മറിയ വിശ്വസിച്ച്. അതിനുശേഷം മറിയ തങ്ങളെ സ്വന്തക്കാര കുടിയില് 3 മാസം നിന്ന് ആടുന്ന് തിരിച്ചു വന്ന്. യോസേപ്പ് അവളെ കണ്ട് മറിയയ്ക്ക് വാരിലുണ്ട് എന്ന് കണ്ടപ്പോ യോസേപ്പുക്ക് സങ്കടം വന്ന്. മറിയനെ ഒഴിവാക്കണമെന്ന്
യോസഫ് തീരുമാനിച്ച്. എന്നാൽ തമ്പായന ദൂത യോസഫിനത്തി വന്ന്, മറിയനെ കല്യാണം കഴിക്കുവാൻ പേടിക്കണ്ട. അവള് പരിശുദ്ധ ആത്മാ കൂടി വേത്തിലുണ്ടായി. ഈ കുട്ടിക്ക് യേശു എന്ന് പേര് വെക്കണം. എന്തൊക്കെന്ന് വെച്ചാ യേശു മക്കളെ പാവങ്ങളെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കും. പിന്നെ യോസഫ് മറിയനെ കല്യാണം കഴിച്ച്. യോസഫ് യേശുവിനെ പെറുന്ന വരയ്ക്കു മറിയാളിനൊപ്പം കടന്നിട്ടില്ല. യേശു വളർന്ന് 30 വയസ്സായപ്പോ യേശു തന്നെ അപ്പനെ അമ്മനെയും കുടിയിൽ നിന്ന് പുറത്തേക്ക് പെയ്യ്. യേശു പല സ്ഥലങ്ങളിൽ പെയ്യ് തമ്പായന വചനത്തെ മക്കളെത്തി പെയ്യ് പറഞ്ഞ്. യേശുവിനത്തി വന്ന എല്ലാ രോഗികൾക്കും സുഖത്തെ കൊടുത്ത്. യേശു നടക്കുവാൻ സാധിക്കാത്തച്ചളെ നടത്തിച്ച്. കണ്ണ് കാണാത്തച്ചക്ക് കാഴ്ച കൊടുത്ത്. ചെകിട് കേൾക്കാത്തച്ചക്ക് ചെകിട് കേൾപ്പിച്ച്. ഊമകളെ സംസാരിപ്പിച്ച്. മെൻസമാരെ ശല്യം ചെയ്യുന്ന ചാതികളൊക്കെ ഓട്ടിച്ച്. യേശു തമ്പായന മകനായതുകൊണ്ട് ഇതൊക്കെ ചെയ്ത്. യേശു മക്കൾക്ക് ഈ വഴി കൂടി സഹായം ചെയ്തപ്പോ തമ്പായന ശക്തി യേശുവിനുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ച്. ചിലച്ച ഇവർ തമ്പായന മകനെന്ന് വിശ്വസിച്ച്. യേശു ജനങ്ങളെ പാവവഴികളൊക്കെയും കണ്ട്. യേശു അവച്ചലത്തി സ്നേഹമായി ഉണ്ടാഞ്ഞ്. യേശു അവച്ചലത്തി സ്നേഹമായി ഉണ്ടായതുകൊണ്ട് അവിച്ചക്ക് വേണ്ടി ചാകുവാനും തയ്യാറായി ഉണ്ടാഞ്ഞ്. ജനങ്ങളെ പാവത്തേക്ക് വേണ്ടി മരണത്തെ വിലയായി കൊടുത്ത്. യേശു ഒരാൾ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ പറ്റുമെന്ന് നമുക്ക് ഓർമ്മിച്ച് യേശുവിനെ വിശ്വസിക്കുവി. യേശു നിങ്ങളെ സ്വാധീനത്തിന്ന് ദുഷ്ട ആത്മാവിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ശക്തിയുണ്ട്. അതിനെ നിങ്ങ കേൾക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യും. യേശുവിനത്തി കൂട്ടം കൂടുവി, യേശു നിങ്ങളത്തി കൂട്ടം കൂടും. ഭാഗം 5. യേശു നമ്മളെ ആത്മാവിനെ സുഖപ്പെടുത്തുന്നു. വചനം പറയുന്നു, യേശു തമ്പായന മകനെന്ന്. യേശു മക്കളെ പാവങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന്. ഇതിനു വേണ്ടി യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞ്. ക്രിസ്തു എന്നാൽ നമ്മളെ രക്ഷിക്കപ്പെടുത്തുന്നതെന്ന് അർത്ഥം. യേശു ഭൂമിയിൽ കുറെ അത്ഭുതം ചെയ്ത്. മക്കൾ സുഖമില്ലാണ്ടിരുന്നപ്പോ യേശു സുഖപ്പെടുത്തി. അവിച്ചക്ക് സ്വർഗരാജ്യത്തെയും തമ്പായന രാജ്യത്തെക്കുറിച്ചും അവിച്ചക്ക് പറഞ്ഞു കൊടുത്ത്. ഒരു ദിവസം കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ വഴിയരികെ ധർമ്മം കെട്ടുകൊണ്ട് ഉണ്ടാഞ്ഞ്. അവനക്കറിയും അവനെ കണ്ണിഞ്ഞ് കാഴ്ച കിട്ടില്ല എന്ന്. തമ്പായിക്ക് മാത്രമേ അവനക്ക് സുഖപ്പെടുത്തുവാൻ പറ്റൂ. പെട്ടെന്ന് ഒരു കൂട്ടം മക്കൾ വരുന്ന ഒച്ച അവൻ കേട്ട്. ആൾക്കാരുടെ ഇടയിൽ യേശു വരുന്നെന്ന പറയുന്ന ഒച്ച കേട്ട്. കണ്ണ് കാണാത്ത മനുഷ്യൻ യേശുവിനെ കുറിച്ച് നല്ലോണം അറിഞ്ഞ്. യേശു അത്ഭുതം ചെയ്യുന്നവനെന്ന് അവിച്ച സത്യമുള്ള തമ്പായെന്ന്. തമ്പായി മാത്രം അവനെ സുഖപ്പെടുത്തുമെന്ന് അവൻ വിശ്വസിച്ച്. ആൾക്കാർ അവന് മുമ്പ് വരുമ്പോ കണ്ണ് കാണാത്ത മനുഷ്യൻ യേശുവേ യേശുവേ എന്ന് കരഞ്ഞ് ഏക്ക് കാഴ്ച തരണമെന്ന് പറഞ്ഞ്. അപ്പത്തന്നെ യേശു കൈന നീട്ടി അവനെ തൊട്ട് കാഴ്ച കൊടുത്ത്. അതിനുശേഷം അവനക്ക് എല്ലാം കാണുവാൻ പറ്റി. യേശുവിനെ അവൻ സ്നേഹിച്ച്. യേശുവിനെ വയ്യ അവൻ പെയ്യ്. ഇഞ്ഞൊരു സമയത്ത് കുഷ്ഠരോഗികൾ പറഞ്ഞ്, നാങ്ങ അസ്വസ്ഥമായച്ച ഞങ്ങളെത്തിന്ന് ദൂരെ പോ എന്ന് പറഞ്ഞ്. കുഷ്ഠരോഗം എന്നത് തൊലിക്കൂടി വരുന്ന രോഗം. മേലിലൊക്കെയും ചൊറിയായി ഉണ്ടാഞ്ഞ്. യേശു അവിച്ചളെ കണ്ടപ്പോ അച്ചളമേല് മനസ്സലിഞ്ഞ് സുഖം കൊടുത്ത്. അവിച്ച സുഖമായതെ കണ്ട് കുറെ സന്തോഷമുണ്ടായി. അവിച്ച പാഞ്ഞ് അവിച്ചളെ കുടിക്ക് പെയ്യ്. അവിച്ച യേശുവിനത്തി നന്ദി പറവാൻ മറന്നു പെയ്യ്. ഒരാൾ മാത്രം യേശുവിനത്തി നന്ദി പറവാൻ വന്ന് നന്ദി പറഞ്ഞ്. യേശുവിനെ ആരാധിച്ചും അവിച്ചക്ക് നന്ദി പറയുമ്പോ
യേശു അവച്ചള മനസ്സിലുള്ള പാവത്തിന് ക്ഷമിക്കും. യേശു ഈ ലോകത്തില് 33 കൊല്ലം ഉണ്ടാഞ്ഞ്. എന്നാൽ ആടെയുള്ള തലവർമാർ യേശുവിനെ വെറുത്ത്. യേശു തമ്പായൻ തിന്ന് വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തലവന്മാര് യേശുവിനെ ആണികൊണ്ട് കുരിശിൽ തറച്ചു കൊന്ന്. ആടെ യേശുക്ക് ചോര പാഞ്ഞ് ചത്തുവയ്യ്. യേശു തമ്പായന മകൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയില് ചാകുവാനും കഷ്ടം സഹിക്കുവാനും നമ്മളെ രക്ഷിത്ത് തമ്പായന രാജ്യത്തില് കൊണ്ടുപോകുവാനും കഷ്ടപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് യേശു പിന്നെയും ജീവനോട് വന്ന്. 40 ദിവസം കഴിഞ്ഞ് യേശു തമ്പായന രാജ്യത്തേക്ക് പെയ്യ്. ഇപ്പൊ ആടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടുണ്ട്. നമ്മളെ പാവങ്ങൾക്ക് വേണ്ടിയും കഷ്ടത്തിന് വേണ്ടിയും നമ്മ സാകണ്ട എന്ന് യേശു കൊതിക്കിനെ. എന്നെ നോക്കി വിളിക്കുവി, ഞാൻ നിങ്ങളെ ക്ഷമിച്ച് പാവങ്ങളെ കെളുതി നിങ്ങളെ പുതിയ മെൻച്ചനാക്കുവാനെന്ന് പറഞ്ഞ്. നമ്മ യേശുവിനെ എങ്ങനെ വിളിക്കുന്നത്? നമ്മ യേശുവിന് ഇങ്ങനെ ചില വാക്കുകൾ പറയാം. സ്നേഹമുള്ള തമ്പായെ, ഞാനൊരു പാവി. എന്നെ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ സങ്കടപ്പെടുന്നു. ഞാൻ പിന്നെയും തെറ്റ് ചെയ്യുവാൻ കൊതിക്കുന്നില്ല. ഏക്ക് വേണ്ടി നീ ചത്തതുകൊണ്ട് നാന് നന്ദി പറയുന്നു. എന്നെ പാവം എടുത്തു കളഞ്ഞ് എന്നെ ഹൃദയത്തേക്ക് നല്ലത് ചെയ്യുവേ. നിന്നെ വഴിയിൽ നടക്കുവാൻ ഏക്ക് സഹായം ചെയ്യുവേ. ഇതേ യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കണേ. ആമേൻ. ഈ പ്രാർത്ഥനയെ നിങ്ങ സത്യമായിട്ട് പറയുകയാണെങ്കിൽ തമ്പായി അതിനെ കേൾക്കും. പാവം ഒരു രോഗം പോലെ അത് നമ്മളെ ഉള്ളിലിരുന്ന് നമ്മളെ കഷ്ടപ്പെടുത്തും. യേശുക്രിസ്തുവിനെ നമ്മ തമ്പായായി സ്വീകരിച്ച അവച്ച നമ്മളെ കഷ്ടത്തെ ഉള്ളിലിരുന്ന് എടുത്തു കളയും. നമ്മളെ ഹൃദയത്തിക്ക് നല്ലതയും നമുക്ക് ആരോഗ്യത്തെ തന്ന് അവച്ചള വഴിയിൽ നമ്മളെ നടത്തും. യേശുവിനത്തി പറയണു, എന്നെ രക്ഷിച്ചതിന് നന്ദി. എന്നെ രക്ഷിത്ത് ഹൃദയത്തെ സുഖമാക്കിയതിന് നന്ദി. പിന്നെ മറ്റുള്ള അച്ചലത്തി പറവാ തയ്യാറായിക്കണം. യേശു നമ്മളെത്തി ചെയ്തത് മറ്റുള്ളവർത്തി പറവാൻ മടിക്കരുത്. ഭാഗം 6. ഗണേശരത്ത്. യേശുക്രിസ്തുവിൻ ചരിത്രത്തിൽ നിന്ന് ഒരു സത്യമുള്ള കഥ. യേശുക്രിസ്തുവും അച്ചല ശീശന്മാരും കൂടി ഒരു ചെറിയ തോണിയിൽ കയറി ഗണേശരത്ത് എന്ന ഒരു നാട്ടിലേക്ക് പെയ്യ്. യേശു തോണിയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ ആടെ അശുദ്ധാത്മ പിടിച്ച ഒരു മെൻച്ച ഉണ്ടാഞ്ഞ്. അവൻ കുടിയിലിരിക്കുന്നില്ല. മെൻച്ചനെ പൊതയ്ക്കുന്ന ചൊടലിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ തുണിയൊന്നും ഉടുക്കാത്തവൻ. അവൻക്ക് എല്ലാരെയും ശല്യപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാഞ്ഞ്. ആടുള്ള മക്ക അവനത്തി പോവാൻ പേടിച്ച്. ചില മെൻച്ചമാർ അവന കെയ്യിനെയും കാലിനെയും ചങ്ങല കൊണ്ട് കെട്ടി അവന അടക്കി വെക്കുവാറ്. എന്നാൽ അവ അതിനെ പൊട്ടിച്ചു കളഞ്ഞ്. ഒരുത്തനെ കൊണ്ടു അവന അടക്കുവാൻ പറ്റില്ല. അന്തിക്കും എരുതയിലും അവൻ ഒച്ചിട്ട് കരയും. അവന് ദേഹം മുഴുവനും കെല്ലുകൊണ്ട് മുറിച്ച് മുറിവാക്കി. അവന അശുദ്ധ ആത്മാക്കൾ ശല്യപ്പെടുത്തിക്കൊണ്ടുണ്ടാഞ്ഞ്. യേശു ഐ മെൻച്ചൻക്ക് സഹായിക്കുവാൻ മുമ്പിൽ വന്ന്. അശുദ്ധ ആത്മ പിടിച്ച മെൻച്ചൻ യേശുവിനെ കണ്ടപ്പോ അവൻ ഓടി വന്ന് യേശുവിനെ മുമ്പിൽ മുട്ടുകുത്തി. ഉള്ളിലുള്ള ചാതിനെ യേശു ഓട്ടിച്ചപ്പോ ഉള്ളിൽ നിന്ന് ഒച്ചിട്ട് കരഞ്ഞ്, നീ ആരെന്ന് അങ്ങക്കറിയൂ? നീയ് തമ്പായന മകൻ. ഞങ്ങളെ നോയിക്കാത്ത സ്ഥലത്തേക്ക് പറഞ്ഞുവിട് എന്ന് ചോദിച്ച്. യേശു ഐ ചാതിനെ നോക്കി, നിന്റെ പേരെന്ത് എന്ന് കേട്ട് അവൻ ലേഗ്യോൻ എന്ന് പറഞ്ഞ്. ലേഗ്യോൻ എന്ന കുറെ എന്ന അർത്ഥം. അതിനു ശേഷം
യേസു ദുഷ്ട ആത്മാക്കളെ മെൻച്ചനെ മേലിന്ന് ഓട്ടിച്ചു വിട്ട് ചാതികൾ കുറെ പന്നികൾ അവിടെ ഉണ്ടാഞ്ഞ് അതിനുള്ളിൽ പെയ്യ് പന്നികളൊക്കെയും മലനെ മേലെ കയറി കടലിൽ വീണ് ചത്ത്. അതിനുശേഷം മെൻച്ചൻ യേശുവിനത്തി വന്ന് ഇളച്ച് അവനുള്ളിലുള്ള ചാതിയൊക്കെ മാറി തുണിയുടുത്ത്. പിന്നെ യേശു ആടുന്ന് മടങ്ങിപ്പോവാൻ തോണിലേക്ക് പെയ്യ് മെൻച്ചൻ യേശുവിനൊപ്പം വരുവാൻ കേട്ട്. അതുകൊണ്ട് അവൻ അച്ചള കൂടെ ഇക്കുമെന്ന് വിശ്വസിച്ച്. യേശു അവനെ അനുവദിച്ചിട്ടില്ല. യേശു പറഞ്ഞ്, നിന്നെ ആൾക്കാർത്തി പെയ്യ് തമ്പായി നീക്ക് ചെയ്തതിനെ കുറിച്ച് പറയെന്ന് പറഞ്ഞ്. തമ്പായി നീക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്ന് നീ പെയ്യ് പറ. മെൻച്ചനോ അവന് കുടുക്കി തിരിച്ചു പെയ്യ്. ആട 10 ഗ്രാമങ്ങൾ ഉണ്ടാഞ്ഞിക്കും. മെൻച്ചൻ പെയ്യ് അവനുക്ക് നടന്ന കാര്യമൊക്കെയും മക്കളത്തി പെയ്യ് പറഞ്ഞ്. അവിച്ചളും അതിനെ മിണ്ടാണ്ട് കേട്ട് അത്ഭുതപ്പെട്ടാറ്. നമ്മളെ നാട്ടിലും കൂടി കുറെ അസുത്താത്മാക്കൾ ഉണ്ട്. ചാതി ഭയങ്കര വിഷമുള്ള പാമ്പിനെ പോലെ നമ്മളെ നാശാക്കുവാൻ അവൻ കൊതിക്കിന്. എന്നാൽ യേശുക്രിസ്തുവോ ഈ ലോകത്തിലേക്ക് വന്ന് ചാതി ചെയ്യുന്ന ഓരോ കാര്യവും ഇല്ലാതാക്കുവാൻ വന്ന്. കുറെ അസുത്താത്മാക്കൾ അവിടെ ഉണ്ടാഞ്ഞു. യേശു അതിനെ കണ്ട് പേടിച്ചിട്ടില്ല. യേശുവിക്ക് ഭയങ്കര ശക്തി ഉണ്ടാഞ്ഞ് ചാതി ചെയ്യുന്ന എല്ലാ ദുഷ്ടപണിനെയും യേശു ഇല്ലാതാക്കുവാൻ വന്ന്. ദുഷ്ട ആത്മാക്ക് യേശു ആരെന്ന് അറിയും. ദുഷ്ട ആത്മാക്കൾ യേശുവിനെ കണ്ട് പേടിക്കും. യേശു ചാതിനെ ഇല്ലാണ്ടാക്കുമെന്ന് ചാതിക്ക് അറിയും. ചാതിയും ചാതിനൊപ്പം ഉള്ളച്ചളും യേശുവിനെ കണ്ട് പേടിക്കും. നിങ്ങളും അശുദ്ധാത്മാക്കളെ വഴികളെയും ജാഗ്രതയോടെ ഇക്കണം. യേശുവിനത്തെ നിങ്ങൾക്ക് സഹായിക്കുവാൻ കേൾക്കുവീൻ. യേശു ചാതിനെയും അവിച്ച ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ഇല്ലാണ്ടാക്കി. യേശുവിനത്തെ കേൾക്കുവി നിങ്ങളെ പാവം കഴുതുവാൻ. ചാതിന് നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിക്ക് ശക്തിയുണ്ട്. യേശു നമ്മളെ മകനെന്നും മകളെന്നും സ്വീകരിക്കും. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച നിങ്ങളെ വിട്ടു പോകില്ല. ഭാഗം 7. യേശുക്രിസ്തുവിൻ മരണം. യേശുക്രിസ്തു സത്യമായിട്ട് ചത്തോ? യേശുക്രിസ്തു സത്യമായിട്ട് ചത്തതാണോ? അതിനെക്കുറിച്ച് ഒരു സംശയമില്ല, അത് സത്യം തന്നെ. കുറെ കൊല്ലത്തിന് മുമ്പ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന്. യേശുക്രിസ്തു വരുന്ന കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ, അയാളെ പേര് യേശയ്യ, അയാളൊരു പ്രവാചകൻ. ഈ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുക്രിസ്തുവിനെ മറവ് ചെയ്ത കല്ലറ മറ്റുള്ളവരെ മറവ് ചെയ്ത കല്ലറിനടുത്തായിരുന്നു. അത് സത്യം തന്നെ. മനുഷ്യന്മാരെ കയ്യാൽ യേശുക്രിസ്തു ചത്ത്. ഇങ്ങനെ ചാവാൻ വേണ്ടിയിട്ടാണ് തമ്പായി യേശുവിനെ അയച്ചത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന് ഉദ്ദേശം മനുഷ്യന് പാവത്തേക്ക് വില കൊടുക്കുവാൻ. പാവത്തെ വിട്ട് യേശുവിനെ വിശ്വസിക്കുന്ന മക്കൾക്ക് അവിച്ചുള്ള പാവത്തേക്ക് അവിച്ച വില കൊടുക്കേണ്ട ആവശ്യമില്ല. തമ്പായി പറഞ്ഞ് പാവമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവിച്ച രക്ഷിക്കപ്പെടും. പാവമില്ലാത്ത ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ചാവുമ്പോൾ നമുക്ക് രക്ഷിപ്പുണ്ടാകുമെന്ന് തമ്പായി പറഞ്ഞ്. എന്നാൽ ഈ വിലനെ നമുക്ക് കൊടുക്കുവാൻ പറ്റില്ല. നമ്മെല്ലാവരും പാവം ചെയ്ത വെച്ചാണ്. യേശുക്രിസ്തു ഒരാൾ മാത്രം പാവം ചെയ്യാത്തവർ. യേശുക്രിസ്തു ഒരാൾ മാത്രം നമ്മളെ പാവങ്ങൾക്ക് വില കൊടുക്കുവാൻ പറ്റും. നമ്മളെ പാവത്തിന് ചുമട് അവിച്ച ഏറ്റ് അവിച്ചുള്ള മരണത്തെ വിലയായി കൊടുത്ത് അവിച്ചുള്ള ജീവനെ നമ്മളെ പാവത്തിന് വേണ്ടി കൊടുത്ത്. ഇത് എങ്ങനെ നടന്നത്? അവിച്ച എങ്ങനെ ചത്തത്? അക്കാലത്തില് പിലാത്ത് എന്ന ഒരു തലവുണ്ടാഞ്ഞ് യേശുവിനെ വിലങ്ങ് വെച്ച് അയാളത്തെ കൊണ്ടുവന്ന്. പിലാത്ത് യേശുവിനത്തെ ചോദ്യം ചോദിച്ച്,
യേശുവിനത്തി ഒരു കുറ്റവും നാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനത്തി കുറെ ജനങ്ങൾ വയ്യപ്പോണ്. തലവന്മാർ പറഞ്ഞ് നിങ്ങ യേശുവിനെ വിട്ടാ രാജാവിന് സ്നേഹിതനായി ഇരിക്കുവാൻ പറ്റില്ല. പിലാത്ത് അതിനെ കേട്ട് രാജാവ് തന്നെത്തി ചൊടിച്ചോണ്ടിക്കുമെന്ന് വിചാരിച്ച് പീലാത്ത് പേടിച്ച് നിങ്ങളെ യേശുവിനെ കൊണ്ടേയി ന്യായം വിധിക്കുവി. എന്തുകൊണ്ടാൽ യേശുവിനത്തി ഒരു കുറ്റവും നാം കണ്ടിട്ടില്ല. അതിന് ശേഷം പീലാത്ത് തണ്ണിയെടുത്ത് കൈകഴുതി. ഇവരെ മരണത്തിക്ക് നാം കുറ്റവാളിയല്ല. തലവന്മാര് യേശുവിനെ കൊണ്ടേയി തെച്ചാറ്. യേശു ഒന്നും മിണ്ടിത്തില്ല. അവിച്ച ഒരു വലിയ മരത്തില് കുരിശുണ്ടാക്കി യേശുവെ ഈ കുരിശിനെ എടുത്തും കൊണ്ട് സാകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. യേശുവിനെ വയ്യ പോണ മെനിച്ചമാര് ശത്രുവിന് തിന്ന് രക്ഷിക്കുവാൻ പറ്റുമോ എന്ന് അവിച്ച വിചാരിച്ചാറ്. തീർച്ചയായിട്ടും അവിച്ചളെ കൊണ്ട് പറ്റും. എന്നാൽ പ്രവാചകൻ അവിച്ചളെക്കുറിച്ച് പറഞ്ഞതിനെ ചിന്തിച്ച് മക്കളെ പാവങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ചത്ത്. യേശുക്രിസ്തുവിനെ കെയ്ന കുരിശിൽ വെച്ച് ആണി തറച്ച് ഈ കുരിശിനെ മേലേക്ക് പൊന്തിച്ച് തൂക്കിവെച്ച് കെയിലും കാലിലും ആണി തറച്ച് യേശുവിനെ തൂക്കിയിട്ട് യേശുവിനെ മുതുകിൽ തെച്ചതുകൊണ്ട് ചോര വന്നോണ്ടേ ഉണ്ടാഞ്ഞ്. ഇങ്ങനെ ഉള്ളപ്പോ യേശുക്രിസ്തു എന്തു പറഞ്ഞ് എന്ന് കേക്കുവി. തമ്പായേ വിച്ചല ക്ഷമിക്കണേ. അവിച്ച എന്ത് ചെയ്യുന്നെന്ന് അവിച്ചക്കറിയില്ല. യേശു തമ്പായിനെ നോക്കി ശത്രുക്കളെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് യേശു ചത്തപ്പോ ആടെ ഉള്ള എല്ലാ സ്ഥലവും ഇരുട്ടായി. ആടെ ഭൂമി കുലുക്കം വന്ന് ചത്ത് കല്ലറിൽ വെച്ച മക്ക ജീവനോടെ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പെയ്യ്. അതിനെ കുറെ ആൾക്കാർ കണ്ട്. യേശു ചത്തതുകൊണ്ട് അവിച്ചല ശത്രുക്കൾ ജയിച്ചു എന്ന് വിചാരിച്ച് യേശുവിനെ കൂട്ടുകാര് യേശുവിനെ ശരീരത്തെടുത്ത് ഒരു ഗുഹയിൽ വെച്ച് ഒരു വലിയ കല്ലെടുത്ത് ഗുഹേനെ അടച്ച് യേശുവിനെ കൊന്ന പട്ടാളക്കാര് ആടെ കാവലായി ഉണ്ടാഞ്ഞ്. തമ്പായി ഈ ലോകത്തിലേക്ക് യേശുവിനെ അയച്ച് ചത്തതെന്ന് യേശുക്കറിയാം. ഇതിൽ കൂടി നമ്മളെ പാവങ്ങളെ ശിക്ഷ നീങ്ങി കിട്ടുമെന്നറിയും. യേശു പറഞ്ഞ് എന്നെ ജീവന് കൊടുക്കുവാനും എടുക്കുവാനും തമ്പായിക്ക് ശക്തിയുണ്ട്. യേശു ചത്തതുപോലല്ല, പിന്നെയും ജീവനോടെ എഴുന്നേറ്റ്. യേശു സാകണമെന്ന ആവശ്യമില്ല. എന്തുകൊണ്ടാൽ അവിച്ചലത്തി പാവമില്ല. മരണം അവിച്ചള പിടിച്ചു വെക്കുവാൻ പറ്റില്ല. യേശുക്രിസ്തു ചത്ത് മൂന്നാമത്തെ ദിവസം തമ്പായി അവിച്ചളെ ജീവനോടെ എഴുപ്പിച്ച്. അവിച്ച ജീവനോടുള്ളത് കുറെ ആൾക്കാർ കണ്ട്. ഒരേ സമയത്ത് 500 ആൾക്കാർ കണ്ട്. അവിച്ച ആത്മാവായിട്ടില്ല. യേശുവിനെ കൂട്ടുകാരനായിരുന്ന തോമ യേശു ജീവനോട് എഴുന്നേറ്റത് വിശ്വസിച്ചില്ല. ഒരു ദിവസം രാത്രി യേശു തോമനെത്തി വന്ന് തോമസെ നിന്നെ വിരലിനെടുത്ത് എന്നെ മുറിവിനെ തൊട്ടുനോക്ക് എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിക്ക് സംശയിക്കാതെ. യേശു ജീവനോട് എഴുന്നേറ്റ പിന്നെ യേശു 40 ദിവസം ഈ ലോകത്തിലുണ്ടാഞ്ഞ് അച്ചള കൂട്ടുകാർ കൂടെ കൂടി ഭക്ഷണം കഴിച്ച് നിബന്ധനകളും ചില വാക്കുകളും പറഞ്ഞ് നിങ്ങ കണ്ടതയും കേട്ടതയും എല്ലാ സ്ഥലത്തിലും എല്ലാ മക്കളെത്തി പെയ്യ് പറവി. അവിച്ചള പാവത്തിൽ നിന്ന് മാറി ഞാൻ അവർക്ക് വേണ്ടി ചത്ത് എന്ന് അവർ സ്വീകരിക്കണം. അവിച്ച ഈ ലോകത്തിൽ നിന്ന് മാനത്തേക്ക് കേറിപ്പോണത് എല്ലാരും കണ്ട്. ഒരു രക്ഷകൻ ലോകത്തേക്ക് വരുമെന്ന് തമ്പായി വാക്ക് കൊടുത്തിട്ടുണ്ടാഞ്ഞ്. അവിച്ചള പാവത്തിൽ നിന്ന് അവിച്ചളെ രക്ഷിക്കും. യേശുക്രിസ്തു ഇപ്പൊ വന്ന് കുറെ ആൾക്കാർക്ക് യേശു വന്നത് അറിയില്ല. എന്തുകൊണ്ടാൽ അവിച്ചൊരു വലിയ രാജാവായിട്ട് വന്നിട്ടില്ല. അവിച്ചളെ സ്വീകരിച്ച് അവിച്ചളെ വയ്യ പോണ വെച്ചൊക്കെ സന്തോഷമായി തിക്കും. യേശുവിനത്തി വരുന്നച്ചളെ യേശു തള്ളിക്കളയില്ല. നമ്മ പ്രാർത്ഥിച്ച് അവിച്ചളെ സ്വീകരിക്കുവാ അവിച്ചളത്ത് കേൾക്കുവേ. നിങ്ങ കൂട്ടം കൂടിയാ അവിച്ച തീർച്ചയായിട്ടും കേൾക്കും. യേശു എന്നേക്കും ജീവിക്കുന്നേ.
തമ്പായിന വചനം പറയുന്നത് യേസു പിന്നെയും ജീവിച്ച് എഴുന്നേറ്റ് സ്വർഗരാജ്യത്തേക്ക് പെയ്യേ. ഒരു ദിവസം വീണ്ടും യേസു മാനത്തിൽ നിന്ന് ഭൂമിക്ക് വരും. ഈ ലോകത്തെ അവിച്ച ന്യായം വിധിക്കും. അവസാന ദിവസം യേസുവിനെ തമ്പായി അവസാന ദിവസം ഭൂമിയിലെ ജനങ്ങൾക്ക് ന്യായം വിധിക്കുന്നതിന് വേണ്ടി തമ്പായി തീരുമാനിച്ച്. നിങ്ങ അവച്ചളെ തള്ളി പറഞ്ഞ യേസു അവച്ചളെ തള്ളി പറയും. നിങ്ങ പാവത്തിനെ വിട്ട് ഇപ്പൊ തന്നെ യേസുവിനെ സ്വീകരിച്ച നിങ്ങളെ പാവത്തെ അവച്ചെടുക്കും. നിങ്ങ ചാകുമ്പോ എന്നേക്കും ചാകാതിരിക്കുവാൻ അവച്ചളോടെ കൂടെ സ്വർഗരാജ്യത്തിൽ വയ്ക്കും. അവച്ചളെ ഇപ്പോ വിശ്വസിക്കുവേ. ഭാഗം 8. ക്രിസ്തീയ ജീവിതം. വ്യത്യാസമായ വലിയ വഴി. ക്രിസ്തുവനെന്നാൽ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അതിനറിവ നിങ്ങ കൊതിക്കണോ? നമ്മളെ ജീവിതം ഒരു വലിയ വഴി. ഈ വഴിയിൽ കുറേ മക്കൾ നമ്മളെ ചുറ്റാകുണ്ട്. ഒരാളും തങ്ങളെ മുതുകിൽ അവച്ചുള്ള പാവ ചുമടുന്ന ഏറ്റിയും കൊണ്ടുണ്ട്. തമ്പായിന വചനം പറയുന്നേ ഒക്കെയും പാവം ചെയ്ത് അതിന് മേലെ നമ്മളെ ചുറ്റാക ഈ ലോകത്തിനൊച്ച ഉണ്ട്. എന്നാൽ ഒരു ഒച്ച നമ്മളെ വിളിച്ചോണ്ടുണ്ട്. കഷ്ടപ്പെട്ട് ഭാരം ചുമക്കുന്നച്ചളെ നിങ്ങളെല്ലാവരും എന്നെത്തി വരി, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ചില ആൾക്കാർ അതിനെ കേട്ട് ചില ആൾക്കാർ അതിനെ വെറുത്ത് അവച്ചല വഴിയിൽ നടന്നുകൊണ്ടുണ്ട്. ഈ ഒച്ച നമ്മളെ വിളിക്കുന്നതിന് നമ്മളെ കൊണ്ട് കേൾക്കുവാൻ പറ്റണോ? ഒരു സമയം ഈ മക്കളിൽ നിങ്ങൾ ഒരാളായി ഇന്ന് അതിൽ നിന്ന് പുറത്തു വന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം. ചീത്തയായ കാര്യങ്ങളെ തൊടാതിരിക്കുവേ. തമ്പായി പറയുന്ന ഒരു വാക്ക്, ഞാൻ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് അപ്പനായിക്കുവേ. നിങ്ങളും ഏക്ക് മകനായിട്ടും മകളായിട്ടും ഇക്കും. ഈ ഒച്ചനെ കേൾക്കും. ഈ ഒച്ചനെ കേട്ടിട്ടില്ലെങ്കിൽ യേസു പെയ്ക്കളയും. അവസാനം ഈ മക്കളിലുള്ള ആരെങ്കിലും ഒരാൾ കേട്ട് ഒരു നിമിഷം ഏത് തീരുമാനം എടുക്കാതെ ഇക്കും. പിന്നെ ഈ വലിയ വഴി കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴിനെ വിട്ട് ഈ മക്കളെയും വിട്ട് ചെറിയ വഴിക്കൂടി നടക്കുവാൻ തുടങ്ങി. എന്നാൽ വലിയ വഴിക്കൂടി നടക്കണ വെച്ചലോ അവച്ച പറയും, ഈ വഴിക്കൂടി നീ ഓടയ്ക്കും പോകുവാൻ പറ്റില്ല. എന്നാൽ ഈ മെൻച്ചനോ അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നില്ല. ഈ മെൻച്ചന മുതുകിലുള്ള പാവ ചുമട് പെയ്യ്. അവന് പാവ സ്വഭാവമൊക്കെയും അവന് പാവത്തിന് സന്തോഷമൊക്കെയും പെയ്യ്. മുഴുവനും നീങ്ങി പെയ്യ്. ആദ്യം ഈ വഴിയിൽ ഒറ്റക്കുണ്ടെന്ന് അവൻ അറിയുന്നു. എന്നാൽ യേസു അവനടുത്ത് വന്ന് അവനൊപ്പം നടക്കണ്. അവച്ച അവനെ ഹൃദയത്തെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും തൃപ്തി കൊണ്ടും നിറയ്ക്കണേ. അവൻ പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പോകില്ല. തമ്പായി പരിശുദ്ധ ആത്മാവിനെ അവന് ഹൃദയത്തിൽ നിറയ്ക്കണേ. അതുകൊണ്ട് അവൻ തമ്പായിന മക്കളായും വിശ്വാസിയും ആകുന്നു. നിങ്ങളും തമ്പായിന മക്കളായി മാറാം. യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കണവനെന്ന് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു പുതിയ മാറ്റങ്ങളും പുതിയ ജീവിതവും തരും. എന്നാൽ ഒരാൾ ക്രിസ്തുവിൽ വന്നാൽ പുതിയ മനുഷ്യനായി മാറും. പഴയതൊക്കെയും നീങ്ങിപ്പെയ്യ്, ഒക്കെയും പുതിയതായി. അവച്ചൽ ഒച്ച കേൾക്കുവി, നാനേ ജീവപ്പം. എന്നെത്തി വരുന്ന അച്ചക്ക് ഒരിക്കലും വിശപ്പുണ്ടാകില്ല. എന്നെ വിശ്വസിക്കുന്നവനക്കോ ഒരിക്കലും ദാഹമുണ്ടാകില്ല. ഇന്ന് നിങ്ങ അവച്ചള ഒച്ച കേൾക്കുമെങ്കിൽ നിങ്ങളെ ഹൃദയത്തെ കല്ലാക്കരുത്. ഭാഗം 9. യേശുവിന് വേണ്ടി ജീവിക്കണം.
യേശുവിന് വേണ്ടി ജീവിക്കുന്നത് എന്ന് വെച്ചാൽ എന്ത്? ഏക്ക് സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങളെ നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങ ക്രിസ്തുവിനെ വയ്യെ പോണച്ചളോ? ഒരു സമയം നിങ്ങ അതെ എന്ന് പറയാം. അങ്ങനെയാണ് നിങ്ങ ശീലിച്ചത്. എന്നാൽ നമ്മളെ ഹൃദയത്തിൻ ഉള്ളിലിന്ന് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണോ എന്ന് പരിശോധിച്ച് നോക്കണം. അല്ലെങ്കിൽ നമ്മ ഗമയോടെ വിശ്വസിക്കണോ എന്ന് പരിശോധിച്ച് നോക്കണം. ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ അവന സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ അവനെ ഹൃദയത്തെ തുറക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ അവനുള്ളിൽ നടക്കുന്നു. അതേ സമയത്തിൽ അവന പാവങ്ങൾ അവനുക്ക് മാപ്പ് കൊടുക്കുന്നു. പരിശുദ്ധാത്മ അവനുക്ക് സഹായിക്കുവാനും ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവനുക്ക് ചെയ്യുവാനും ജീവിക്കുവാനും അവനുള്ളിൽ വരുന്നു. അവൻ തമ്പായിന മകനായി മാറുന്നു. തമ്പായും അവന അപ്പനായി മാറുന്നു. അവനുക്ക് സഹായം ചെയ്യുന്നു. അവനത്തി സ്നേഹമും കാട്ടുന്നു. നമ്മ രോഗത്തിലിരിക്കുമ്പോഴും പ്രസന്നത്തിലിരിക്കുമ്പോഴും എപ്പോഴും നമ്മ അവറ്റലെ സ്നേഹിക്കണം. തമ്പായി നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മളെ അവറ്റ കൂടുതലായി സ്നേഹിക്കണേ. നമുക്ക് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവറ്റക്ക് നന്ദി പറയണം. എന്തുകൊണ്ടാൽ തമ്പായിക്കറിയാം ഏത് നല്ലതെന്ന്. തമ്പായി യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് തമ്പായി വീണ്ടും ജീവനോടെ എഴുപ്പിച്ച് തമ്പായിന ശക്തിനെ വെളിപ്പെടുത്തി. തമ്പായി അതേ ശക്തിയിൽ കൂടി നമുക്ക് സഹായം ചെയ്യുവാൻ കൊതിക്കിനെ. ഈ ശക്തിയിൽ കൂടി നമ്മ ശരിയായ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കും. ചാതി നമ്മളെ തെറ്റായ കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ യേശു നമുക്ക് നല്ല കാര്യം ചെയ്യുവാൻ സഹായിക്കിനെ. നമ്മ അവറ്റളെ മക്കളെന്ന് നമ്മളെ ജീവിതത്തിൽ കൂടി പുറത്തു കാണിക്കണം. അവച്ച നമ്മളെ പുതിയ മക്കളായി ഉണ്ടാക്കി അവറ്റളെ വഴിക്കൂടി നല്ല കാര്യം ചെയ്യുവാൻ നമ്മളെ തെരയിനെ. തമ്പായി യേശു ക്രിസ്തുവിനെ നമുക്ക് തന്ന് നമുക്ക് വേണ്ടി ചാകുവാനും അവറ്റളെ സ്നേഹത്തെ നമുക്ക് കാട്ടിത്തന്ന് നമ്മ അച്ചള സ്നേഹം ഇല്ലാണ്ടിരുന്ന സമയത്തിലും അച്ചള ആത്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാഞ്ഞതുകൊണ്ട് അവറ്റളെ സ്നേഹം നമ്മളുള്ളിൽ ഉണ്ടാഞ്ഞ് അതുകൊണ്ട് നമ്മളെത്തി ദയവ് കാട്ടാത്ത കൊണ്ട് സ്നേഹം കാട്ടുവാനും അത് നമുക്ക് സഹായിക്കും. തമ്പായി ഈ കാര്യങ്ങളിൽ അവറ്റളെ പോലെ നാം ഇക്കണമെന്ന് വിചാരിക്കണേ. തമ്പായിന ബുക്കിൽ പറഞ്ഞിക്കിനെ നമുക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നച്ചക്ക് നല്ലത് ചെയ്യുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും പറഞ്ഞിക്കിനെ. നമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ സത്യമായിട്ട് നമ്മ തമ്പായിന മക്കളെന്ന് പറയും. തമ്പായിന സ്നേഹം നമ്മളെ ഹൃദയത്തിലിരിക്കും. അവച്ചളും യേശുവിന് വയ്യ പോവറ്. തമ്പായി നമുക്ക് എന്ത് പറയണെന്ന് നമ്മ അറിയണം. തമ്പായിന വചനത്തേക്ക് നമ്മ അനുസരിക്കണം. തമ്പായിന വചനത്തെ നമ്മ വായിച്ച് മനസ്സിലാക്കണം. ഓരോ ദിവസവും തമ്പായിനത്തി കൂട്ടം കൂടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തമ്പായിനെ കുറിച്ച് വളരുവാനും അറിയുവാനും സാധിക്കും. അവറ്റളെ മക്ക ചെറിയ മക്കളായിട്ടില്ലാണ്ട് അവച്ച ശക്തിയുള്ളവരായിട്ട് മാറുവാനും സഹായിക്കണമെന്ന് കൊതിക്കിനെ. തമ്പായിനത്തി കൂട്ടം കൂടുവാൻ കുറേ കാര്യങ്ങളുണ്ട്. തമ്പായിക്ക് നമ്മ നന്ദി പറയണം. എന്തുകൊണ്ടാൽ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി ചാകുവാനും ചെയ്ത് അവച്ച അതിനെ ചെയ്തതുകൊണ്ട് സാധിനെ ഇല്ലാണ്ടാക്കി. അതുമാത്രമല്ലാണ്ട് നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി ഒരു വിലയെ കൊടുത്ത് ചാതി നമ്മളെ ചതിക്കുമ്പോൾ തെറ്റായത് ചെയ്യുവാൻ വിചാരിക്കുമ്പോഴും നമ്മ
അവനെ വിട്ട് നീങ്ങുവാനും യേശുവിനെ ചോര നമുക്ക് സഹായിക്കും. അവൻ നമ്മളെ വിട്ട് നീങ്ങിപ്പോകും. നമ്മ ഏത് നേരത്തിലും തമ്പായന വചനത്തെ സ്വീകരിക്കാണ്ട് പെയ്യ നമ്മ അതിനെ വിചാരിച്ച് സങ്കടപ്പെടണം. എന്നാൽ നമ്മ തളർന്നു പോവാൻ പാടില്ല. പെട്ടെന്ന് നമ്മ തമ്പായനത്തി കേട്ട അവിച്ച നമ്മളെ ക്ഷമിച്ച് ഹൃദയത്തെ വൃത്തിയാക്കും. ചാതി നമ്മളെ പറ്റിക്കാണ്ടിരിക്കുവാൻ തമ്പായനത്തി സഹായം നമ്മ കേൾക്കണം. തമ്പായി നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയണം. തമ്പായിനെ സ്നേഹിക്കുന്നച്ചക്ക് നല്ല കാര്യം ചെയ്യും. തമ്പായിക്ക് തങ്ങളെ ജീവിതത്തെ കൊടുക്കാത്ത അച്ചൾക്ക് നമ്മ പ്രാർത്ഥിക്കണം. നമ്മ തമ്പായിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പായിൻ്റെ ആത്മ നമ്മളോട് കൂട്ടം കൂടും. നമ്മളെ പ്രസന്നത്തിന് വേണ്ടിയും സാഹചര്യത്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തമ്പായി സഹായിക്കും. അവച്ചുള്ള ഇഷ്ടത്തിൻപടി എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തരും. നമുക്ക് എന്താവശ്യമെന്ന് അവച്ചക്കറിയും. നമ്മ കേൾക്കുന്നതൊക്കെ കൊടുക്കാണ്ട് നല്ലത് ചെയ്യുന്നേ. നമ്മ അവച്ചുള്ള വിശ്വസിക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിന് അധിക സന്തോഷം തരും. ഇനിയും പ്രധാന കാര്യങ്ങൾക്ക് പഠിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സഹായിക്കും. ക്രിസ്തീയ ജീവിതം എന്നത് തമ്പായിനെ കൂടെ ചേർന്ന് ശരിയായിട്ടുള്ള കാര്യം ചെയ്യുന്നത്. അതുമാത്രമല്ലാതെ നമ്മളെ ഹൃദയങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഓരോ ദിവസവും തമ്പായി നമുക്ക് തരും. യേശുവിനെ വയ്യ നിങ്ങൾ പോകുമ്പോൾ തമ്പായി നിങ്ങളെ അനുഗ്രഹിക്കും.